ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഡേ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 9ഓളം മത്സരങ്ങളാണ് നടന്നിരുന്നത്. ബാഴ്സയുടെ മാച്ച് ഉണ്ടായിരുന്നു, സിറ്റിയുടെ മാച്ച് ഉണ്ടായിരുന്നു, രണ്ട് മിലാൻ ടീമുകളുടെ മാച്ചുകൾ ഉണ്ടായിരുന്നു, ഡോട്ട്മുണ്ടിന്റെ മാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഫോക്കസ് കൊടുത്ത് കണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ആഴ്സണൽ വേഴ്സസ് PSG ഹെവി വെയിറ്റ് പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടതും അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതും. ആഴ്സണലിന്റെ ഹോം മാച്ച് ആയിരുന്നു. ആഴ്സണൽ PSG 2-0 എന്നുള്ള സ്കോറിന് തോൽപ്പിച്ച് ഒരു സ്ട്രോങ് വിക്ടറി തന്നെ മിക്കൽ ആർട്ടറ്റയും സംഘവും നേടിയിട്ടുണ്ട്. ഇനി മാച്ച് ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ PSG ഒരു 4-3-3 ഫോർമേഷനിലാണ് ടീമിനെ നിരത്തിയിരുന്നത്. ഇൻ പേപ്പർ അവരുടെ സ്റ്റാർ പ്ലെയർ എന്ന് തന്നെ പറയാവുന്ന ഉസ്മാനെ ഡെമ്പലെ ഈ മത്സരത്തിന് ലോങ് റണ്ണറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ടീമിന്റെ കൂടെ. അതിന്റെ കാരണമായിട്ട് പറയുന്നത് കോച്ചായ ലൂയിസ് എൻറിക്കോ ആയിട്ടുള്ള എന്തോ വാക്കർക്കത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ മത്സരത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഡെമ്പലെ ഇല്ലാണ്ടാണ് നോർത്ത് PSG വന്നത്. ഇനി ആഴ്സണലിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4-4-2 ഫോർമേഷനാണ് ഇൻ പേപ്പർ ടീമിലാണ് നിർത്തിയിരുന്നത്. പറയത്തക്ക വലിയ ചേഞ്ചസ് ഒന്നും ടീമിലുണ്ടായിരുന്നില്ല. ആകെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്, ഈ സീസണിലെ സൈനിങ് ആയിരുന്ന മിഡ്ഫീൽഡർ മിക്കേൽ മെറീനോ ഇഞ്ചുറി ഒക്കെ മാറി അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതായിരുന്നു. ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ മത്സരത്തിൽ ചെറിയൊരു ഗ്രിപ്പ് ആഴ്സണലിനുണ്ടായിരുന്നു. 20ാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ അവരുടെ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തുന്നുണ്ട്. ഗോൾ നേടുന്നത് ജർമ്മൻ ഫോർവേഡായ കായ് ഹാവേർട്സ് ആണ്. ലിയോനാർഡോ ട്രൊസാർഡ് ബോക്സിന് പുറത്ത് നിന്ന് കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ക്രോസ് ഡിഫൻഡേഴ്സിന്റെയും ഗോൾ കീപ്പറിന്റെയും നടുക്കുള്ള സ്പേസിലേക്ക് ഓടിക്കേറി കായ് ഹാവേർട്സ് തല കൊണ്ടൊരു നോഡ് ചെയ്താണ് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 20ാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ അവരുടെ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം 35ാമത്തെ മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. ആ രണ്ടാമത്തെ ഗോൾ നേടുന്നത് ബുക്കായോ സാക്കയാണ്. ഗോൾ വരുന്നത് ഒരു സെറ്റ് പീസിൽ നിന്നുമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ 4ാമത്തെ കണ്ടിന്യൂസ് മാച്ചാണ് ആഴ്സണൽ സെറ്റ് പീസിൽ നിന്ന് ഗോൾ നേടുന്നത്. ആഴ്സണൽ സെറ്റ് പീസ് ലവ് റിലേഷൻഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകുന്നു. അത് ഗോൾ വരുന്നത് റൈറ്റ് വിങ്ങിൽ നിന്ന് എടുക്കുന്ന ഒരു ഡയഗണൽ ക്രോസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രീ കിക്ക് ആയിരുന്നു സാക്കയ്ക്ക്. പക്ഷെ സാക്കയുടെ ഷോട്ട് അത്ര പവർഫുൾ ഷോട്ടായിരുന്നില്ല. ഷോട്ട് നേരെ ഗോൾ പോസ്റ്റിന് മുന്നിലേക്കുള്ളൊരു ഷോട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ രണ്ട് ആഴ്സണൽ പ്ലേയേഴ്സ് അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇന്റർസെപ്ഷൻ പോലെ വരുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. മേ ബി ഗോൾ കീപ്പറായ ഡോണറുമ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവണം. എന്തായാലും ഗോൾ ബുക്കായ സാക്കയ്ക്ക് കിട്ടി. അങ്ങനെ 35ാമത്തെ മിനിറ്റിൽ തന്നെ 2-0 എന്നുള്ളൊരു സ്കോർ ലൈനിലേക്ക് ആഴ്സണൽ എത്തി ഹോം മാച്ചിൽ. PSG ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ട ഫസ്റ്റ് ഹാഫിൽ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ന്യൂനോ മെൻഡസിന്റെ ഒരു ഷോട്ടാണ്. പക്ഷെ അത് പോസ്റ്റിന് പുറത്തേക്കാണ് പോയത് അൺഫോർച്ചുനേറ്റ്ലി. ഫസ്റ്റ് ഹാഫ് അങ്ങനെ 2-0 എന്നുള്ള ഒരു സ്കോർ ലൈനിൽ അവസാനിച്ചു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ PSG ഏറെക്കുറെ കളിയുടെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. പൊസഷൻ ഏറെക്കുറെ PSG കളി തന്നെയായിരുന്നു. ആഴ്സണൽ പ്ലേയേഴ്സിനെ എന്താ പറയുക, ബാക്ക് ലൈനിലേക്ക് പുഷ് ചെയ്ത് കളിക്കാൻ PSG പ്ലേയേഴ്സിന് സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പോലും അധികം പ്രഷറൈസ്ഡ് ആവാതെ തന്നെ കളിക്കാനായിട്ട് ആഴ്സണൽ ടീമിന് കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. കാരണം പൊസിഷൻ കൂടുതലുണ്ടെങ്കിലും ക്ലിയർ കട്ട് ചാൻസസ് ഒരുപാട് PSG വെച്ചു കൊടുക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആഴ്സണലിന്റെ ഡിഫെൻസീവ് പെർഫോമൻസ് അതുകൊണ്ട് തന്നെ വളരെയധികം അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. എക്സ്പെഷ്യലി സെന്റർ ബാക്സായ ഗബ്രിയേലും സാലിബയും വളരെ നാളായിട്ടുള്ള നല്ലൊരു എക്സലന്റ് പാർട്ണർഷിപ്പാണ്. അത് ഇന്നത്തെ മത്സരത്തിനും വളരെ ഗംഭീരമായിട്ട് തന്നെ കാണാൻ സാധിച്ചിരുന്നു. PSG 2-3 ചാൻസസ് കിട്ടിയിരുന്നു. അത് റായയുടെ 2 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഷോട്ട് ബാറിൽ തട്ടി പോകുന്നുണ്ടായിരുന്നു. ബട്ട് ആ പൊസിഷൻ കീപ്പ് ചെയ്തതിന്റെ താളത്തിനനുസരിച്ച് കൂടുതൽ അവസരങ്ങൾ മുതലാക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനും PSG കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ആഴ്സണലും കൂൾ ഹെഡഡ് ആയിട്ട് തന്നെ ഗെയിമിനെ പ്രതിരോധിച്ച് നിന്നു അവസാനം വരെ. ഇനി മത്സരത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വെറും 35% മാത്രമാണ് ആഴ്സണൽ ടീമിന് പൊസിഷൻ ഉണ്ടായിരുന്നത് ഓവറോൾ മാച്ചിൽ. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രഷറൈസ്ഡ് ഗെയിമാണ് ആഴ്സണൽ കളിച്ചിരുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് വളരെ ഗംഭീരമായി തന്നെ ആഴ്സണൽ പ്ലേയേഴ്സ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്സരത്തിന് ശേഷം PSG ഹെഡ് കോച്ചായ ലൂയിസ് എൻറിക്കെ ഈ ഒരു വാചകം പറയുന്നത്, യൂറോപ്പിലെ തന്നെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ കാഴ്ചവെക്കുന്ന ടീമുകളിൽ ഒന്നാണ് ആഴ്സണൽ എന്നുള്ളത്. ഗബ്രിയേൽ സാലിബ പാർട്ണർഷിപ്പ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആഴ്സണലിന്റെ ഡിഫൻഡേഴ്സ് അത്രയും നന്നായിട്ട് റിക്കവറീസും ബ്ലോക്സും ഇന്റർസെപ്ഷൻസും ടൈം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രഷറൈസ്ഡ് ഗെയിമിലേക്ക് ആഴ്സണൽ ഒരിക്കലും പോയിട്ടില്ല. ഈവൻ ദോ പൊസിഷൻ വളരെ അവർക്ക് കുറവായിരുന്നു എങ്കിലും. ആൻഡ് പറയേണ്ടത് PSG പ്ലേയേഴ്സ് ആയാലും ആഴ്സണൽ പ്ലേയേഴ്സ് ആയാലും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
ഈ 2 ഗോളുകൾ നേടി ആഴ്സണൽ ആ അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആഴ്സണലിന് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു, PSG അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ 2 ടീമിനും വേറെ പിന്നീട് സ്കോർ ലൈൻ കാര്യമായിട്ട് ചേഞ്ച് വരുത്താൻ സാധിച്ചിരുന്നില്ല. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഗുഡ് മാച്ച് ഡേ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ ഒരു പുതിയ സൈനിങ് ആയിരുന്നു മിക്കൽ മെറിൻ. ഇഞ്ചുറിക്ക് ശേഷം ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് 65ാമത്തെ മിനിറ്റിൽ മത്സരത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ ആണ് ആഴ്സണൽ ക്ലബിന് വേണ്ടി, അതും ചാമ്പ്യൻസ് ലീഗിൽ തന്നെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവരുടെ അൺബീറ്റൺ റൺ. ഈ സീസൺ തുടങ്ങി ഒരു മത്സരം പോലും ഇതുവരെ ആഴ്സണൽ തോറ്റിട്ടില്ല. സോ അവരുടെ അൺബീറ്റൺ റൺ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ അവരുടെ 17ാമത്തെ ക്ലീൻ ഷീറ്റാണ് ആഴ്സണൽ സ്വന്തമാക്കുന്നത്. പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് എല്ലാ ലീഗിലും, എല്ലാ മത്സരങ്ങളിലും, എല്ലാ കോമ്പറ്റീഷനും ചേർത്ത് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് ഈ വർഷം നേടിയിരിക്കുന്നത് ആഴ്സണലാണ്. അതേപോലെ തന്നെ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് തൊട്ട് താഴെയാണ് ഈ ഒരു കാര്യത്തിൽ ആഴ്സണലിന്റെ പൊസിഷൻ വരുന്നത്. റയൽ മാഡ്രിഡിന് 18 ക്ലീൻ ഷീറ്റ് ഉണ്ട് 2024, അതേസമയം ആഴ്സണലിന് 17ആണ്. സോ ആഴ്സണലിന് ഒരു ഗുഡ് ഡേ തന്നെയായിരുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ആഴ്സണൽ പ്ലേയേഴ്സിന്റെ ഫിസിക്കാലിറ്റി എന്ന് പറയുന്ന ഫാക്ടറാണ്. നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആഴ്സണലിന്റെ ഒരു പ്രിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ആഴ്സണൽ പ്ലേയേഴ്സിന്റെ ഹൈറ്റ്, അതേപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അഡ്വാൻറ്റേജസിനെ പറ്റി. സോ ആ ഒരു പോയിന്റ് ഈ ഒരു മത്സരത്തിൽ വളരെയധികം പ്രൂവൺ ആവുന്നുണ്ട്. PSG-യുടെ യങ് പ്ലേയേഴ്സിനെ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ ആഴ്സണലിന് വളരെയധികം സാധിക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ. സോ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻസ് ലീഗിലേക്ക് ആഴ്സണൽ തിരിച്ചു വരുന്നത്. കഴിഞ്ഞ കൊല്ലം അവർ ബയൺ മ്യൂണിച്ചുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്താവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ PSG പോലെ ഒരു, നമുക്കറിയാം PSG അത്ര ചെറിയ ടീമല്ല, അത്യാവശ്യം വലിയ ടീം തന്നെയാണ്. സോ PSG പോലെ ഒരു ടീമിനെ ഹോം മാച്ചിൽ ഇത്രയും ഡോമിനൻ്റ് ആയിട്ടൊരു, അല്ലെങ്കിൽ ഇത്രയും സ്റ്റണ്ണിങ് ആയിട്ടൊരു വിക്ടറി നടത്തിക്കൊണ്ട് അവരൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യൂറോപ്പിൽ അവർ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. സോ ആഴ്സണലിന്റെ ഈ ഒരു ഹോം മാച്ച് വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സ്, ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.